ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതുപോലുള്ള SMD കമ്പോണൻറ്റ്സ് ഡീസോൾഡർ ചെയ്യാനും സോൾഡർ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഹോട്ട് എയർ ബ്ലോവർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ്. നമ്മുടെ സാധാ സോൾഡറിങ് യൂസ് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ, ഫസ്റ്റ് ഇതുപോലുള്ള ഒരു 3 മൊഡ്യൂൾ ബോക്സ്. നമുക്ക് സാധാ കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ്, ഇലക്ട്രിക്കൽ സ്റ്റോറുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന 3 മൊഡ്യൂൾ ബോക്സ്. അപ്പോൾ ഇതാണ് ആ ബോക്സ്. ഞാൻ ഇതിൻ്റെ ചില സാധനങ്ങളെല്ലാം ഈ ബോക്സിനകത്താണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ബോക്സ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ആ ബോക്സിൻ്റെ ഒരു ഡമ്മി ക്യാപ്പ്, പിന്നെ ഒരു സ്വിച്ച്, നമ്മൾ മെയിൻ സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധാ 1 വേ സ്വിച്ചാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 വോൾട്ട് അഡാപ്റ്ററിൻ്റെ സർക്യൂട്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണേൽ അഡാപ്റ്റർ യൂസ് ചെയ്യാം. പിന്നെ ഒരു 5 വോൾട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു എയർ കംപ്രസർ. നമുക്ക് ഇലക്ട്രോണിക് സ്റ്റോറുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഒരു ട്യൂബ്, സിലിക്കോൺ ട്യൂബ്, പിന്നെ ഒരു സോൾഡറിങ് അയൺ. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു സ്വിച്ച് ആഡ് ചെയ്യുന്നുണ്ട് കംപ്രസറിന് വേണ്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാവുന്നത്, ഈ ഒരു അഡാപ്റ്റർ, ഒരു 5 വോൾട്ട് അഡാപ്റ്ററിൽ നമുക്ക് കംപ്രസർ സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് ഈ USB പോർട്ട് ഞാൻ റിമൂവ് ചെയ്തു. ശരിക്കും USB നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ചാർജർ തന്നെ യൂസ് ചെയ്യുന്ന സെയിം അഡാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിൽ 5 വോൾട്ട് അഡാപ്റ്റർ യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന കംപ്രസർ എത്ര വോൾട്ടേജിൻ്റെ കംപ്രസറാണോ ആ വോൾട്ടേജിൻ്റെ അഡാപ്റ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഡീസോൾഡർ ചെയ്ത് ഞാനത് റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്തതിന് ശേഷം അതൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ കംപ്രസറിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ഓൾറെഡി ഉണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്തായിട്ട് പോസിറ്റീവ് വയർ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നെഗറ്റീവിലേക്ക് ഒരു നെഗറ്റീവ് വയർ, ബ്ലാക്ക് റെഡ്, ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഹീറ്റ് ഷ്രിങ്ക് ട്യൂബ് യൂസ് ചെയ്ത് അത് ഫുള്ളി ഇൻസുലേറ്റിങ് ചെയ്തു. ഓക്കെ, ഇത് കഴിഞ്ഞ് ഈ നമ്മുടെ അഡാപ്റ്ററിലേക്ക്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ഈ മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കയറ്റി അതങ്ങ് സോൾഡർ ചെയ്തു. സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതുപോലത്തെ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നെങ്കിൽ വേറെ പിന്നുകളുണ്ട്, അതിലേക്ക് ഷോർട്ട് ആവാതെ നോക്കണം. നമുക്ക് ആകെ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം മതി. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ബോക്സിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കംപ്രസർ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ ഹോട്ട് എയർ ബ്ലോവറിൻ്റെ എയർ പുഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കംപ്രസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കംപ്രസറിൻ്റെ ആ എയർ ഔട്ട് വരുന്ന പോർഷൻ ബോക്സിൻ്റെ പുറത്തായിട്ട് ഇരിക്കണം. അപ്പോൾ അതിന് ഞാൻ അതൊരു പൊസിഷൻ നോക്കി മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന സോൾഡറിങ് അയണിൽ വെച്ച് ഒരു ഹോളിട്ട് അതവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഹോളെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ അതൊരു പൊസിഷൻ നോക്കി അത് പുറത്തായിട്ട് നമുക്ക് എപ്പോഴും ഡിസ്കണക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റും. എനിക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സിലിക്കോൺ ട്യൂബാണ്. ആ സിലിക്കോൺ ട്യൂബ് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാനത് അങ്ങനെ വെച്ചിരിക്കുന്നത്, ഫിക്സഡ് ആക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഈ ബോക്സിനൊക്കെ ഓൾറെഡി കുറേ ഇങ്ങനെ പോർഷൻ വരുന്നുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തു. തടസ്സം വരുന്നതുകൊണ്ടാണ്. മോട്ടർ അപ്പോൾ നന്നായി സുഖമായിട്ട് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് മോട്ടർ അവിടെ ഫിക്സ് ചെയ്തു. അത് കുറച്ച് നേരം ഡ്രൈ ആവാൻ സമയമെടുത്തു, അതപ്പോൾ ഫിക്സായി. അതിനുശേഷം ഞാൻ എക്സ്ട്രാ 2 ഹോള് വേറെ ഇട്ടു. ഒരെണ്ണം പവർ ഇൻപുട്ടും ഒരെണ്ണം നമ്മുടെ സോൾഡറിങ് അയണിന് പവർ ചെയ്യാൻ വേണ്ടിയുള്ള ഔട്ടും. അതിന് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. പവർ കോഡ് ഞാൻ ചുമ്മാ ഇട്ട് വെച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഇനിയാണ് മെയിൻ കാര്യം, നമുക്ക് ഈ സോൾഡറിങ് അയൺ നമുക്ക് ഹോട്ട് എയർ ബ്ലോവറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞാൽ ഒരു സാധാ സോൾഡറിങ് അയണാണ്. നമുക്ക് ചീപ്പായിട്ട് 100-150 രൂപയ്ക്കൊക്കെ കടയിൽ കിട്ടുന്ന സോൾഡറിങ് അയണാണ്. ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഒരു കോയിലുണ്ട്. ആ കോയിൽ ഒരു സിലിക്കൺ ഡസ്റ്റ് അല്ലെങ്കിൽ സിലിക്കൺ പാർട്ടിക്കിൾസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് ചൂടാകുമ്പോൾ അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ആ
എൻ്റെ ഉള്ളിലുള്ള സിലിക്ക ഡസ്റ്റുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചുമ്മാ ഒരു കോയിലായിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് ആ സിലിക്ക ഡസ്റ്റ്. ഞാനത് റിമൂവ് ചെയ്യാൻ വേണ്ടി ആ കോയിലിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്ത് അതെല്ലാം റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിൽ ഹീറ്റ് കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലൂ വെച്ച് അടച്ചിട്ടുണ്ടോ. ഒട്ടുമിക്ക എല്ലാ സോൾഡറിങ് അയണിലും അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ മേളിൽ ഒരു ഹോട്ട് ഗ്ലൂ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഞാനത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കോയിൽ. ഒരു വൈറ്റ് കളറിലിരിക്കുന്നത് ഒരു സെറാമിക് പീസാണ്. കോയിൽ ഷോർട്ട് ആവാതിരിക്കാൻ ഒരു സെറാമിക് പീസ് ഓൾറെഡി അതിനകത്തുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു എയർ അതിൽ കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഫുൾ എയർ വരും. കോയിലേക്ക് പവർ കൊടുക്കുകയാണെങ്കിൽ ചൂട് എയർ ഔട്ട്പുട്ടായിട്ട് വരും. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻഡിക്കേറ്റർ ഇതൊക്കെ തുരുമ്പ് പിടിച്ച് പോയായിരുന്നു. ഞാൻ പഴയ സോൾഡറിങ് ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് റീസോൾഡർ ചെയ്ത് എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. അതിനകത്തൊരു ഡയോഡിൻ്റെ റെസിസ്റ്ററും ഉണ്ട്. അതങ്ങനെ തന്നെ റീസോൾഡർ ചെയ്ത് ഇൻസ്റ്റലേഷനൊക്കെ ചെയ്ത് അത് കണക്ട് ചെയ്തു. ഫുള്ളായിട്ട് അത് കണക്ട് ചെയ്ത് വയറും ഞാൻ സോൾഡർ ചെയ്ത് ഫുള്ളി ഒരു ഇൻസ്റ്റലേഷൻ ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ ഇതിൻ്റെ കവറിനകത്തൊരു എൻഡിലൊരു ബുഷുണ്ട്, അത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ട്യൂബും വയറും ഒന്നിച്ച് ഇതിൻ്റെ ഉള്ളിലിട്ട് വെച്ച് അതങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് വയറാണ്. ഈ ബ്ലാക്ക് വയർ ഞാൻ വേറെ വയർ യൂസ് ചെയ്താണ്. അത് ഞാൻ പിന്നെ റിമൂവ് ചെയ്തായിരുന്നു, കാരണം ആ ബ്ലാക്ക് വയർ ഷോർട്ടായി പോയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ച് ഫുള്ള് അതിൻ്റെ എവിടെയൊക്കെ ഹോളുണ്ടോ, ആ കേസിങ്ങിൽ എവിടെയൊക്കെ ഹോളുണ്ടോ ആ ഹോളെല്ലാം ക്ലോസ് ചെയ്യണം. കാരണം കംപ്രസറിൻ്റെ എയർ വരുമ്പോൾ ഫുള്ള് അതിൽ എയർ ടൈറ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റമ്പിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ എയർ പോകാവുള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ഇനി ബാക്കി ആ ബോക്സിലുള്ള വർക്കുകളാണ്. അഡാപ്റ്ററിലെ ഇൻപുട്ട് AC ഇൻപുട്ട് വരുന്ന അതിനകത്തേട്ട് 2 വയർ സോൾഡർ ചെയ്തു. ആ ഇൻപുട്ടിൻ്റെ ഒരു വയർ കോമൺ ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നുള്ള രീതിയിൽ അഡാപ്റ്ററിൻ്റെ ന്യൂട്രലും പിന്നെ ഇൻപുട്ട് നമ്മൾ AC കോഡിൻ്റെ ന്യൂട്രലും പിന്നെ സോൾഡറിങ് ആയിട്ട് ന്യൂട്രലും, ആ 3 വയറും കൂടെ സോൾഡർ ചെയ്തു. അത് സോൾഡർ ചെയ്ത് കോമൺ ആയിട്ട് അത് ഇൻസുലേറ്റ് ചെയ്ത് വിട്ടു. ബാക്കിയുള്ള വയറിലാണ് ഇനി സ്വിച്ചും കൺട്രോൾസൊക്കെ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി ബാക്കിയെല്ലാം സോൾഡർ ചെയ്ത് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ മെയിൻ ഇൻപുട്ട് വരുന്ന AC കോഡിൻ്റെ അത് സ്വിച്ചിൻ്റെ ഒരു സൈഡിലിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കി 2 എണ്ണം, ഒരെണ്ണം സോൾഡറിങ് അയണിലേക്കും പോകും, ഒരെണ്ണം ഈ അഡാപ്റ്ററിലേക്കും പോകും. അപ്പോൾ ഈ അഡാപ്റ്ററിലേക്ക് പോകുന്ന ആ വയറിലേക്ക് ഞാൻ എക്സ്ട്രാ ഒരു സ്വിച്ച് ആഡ് ചെയ്തു. കാരണം എനിക്ക് കംപ്രസർ മാനുവലായിട്ട് ഓണാക്കാനും ഓഫാക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇതിനകത്തായിട്ട് എക്സ്ട്രാ ഒരു സ്വിച്ച്, അതായത് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി എക്സ്ട്രാ ഒരു സ്വിച്ച് AC 230 വോൾട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സ്വിച്ചാണത്. സിംഗിൾ പോൾ സ്വിച്ച് തന്നെയാണത്. കാരണം എനിക്ക് അഡാപ്റ്റർ സെപ്പറേറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കംപ്രസറും എനിക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഒറ്റ സ്വിച്ചിൽ തന്നെ എല്ലാം വെക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അതുപോലെ തന്നെ അഡാപ്റ്ററും ഹോട്ട് ഗ്ലൂ വെച്ച് അത് കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെച്ചു. എന്നിട്ട് അത് ഫുള്ള് ക്ലോസ് ചെയ്തു. ഓൾറെഡി ബോക്സിൻ്റെ കൂടെ സ്ക്രൂ വരുന്നുണ്ട് എല്ലാം. അപ്പോൾ ഞാൻ ഈ ബോക്സ് യൂസ് ചെയ്യാൻ കാരണം ഇതാണ്, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കും ഇതാണ്. ഞാൻ അതിൻ്റെ ടിപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ബ്ലാക്ക് കുറേ പാടുകളൊക്കെ ഉണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്തെടുത്തു. ഫുൾ ഇൻസുലേഷൻ ചെയ്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് വയറിനെ റിമൂവ് ചെയ്ത് സോൾഡറിങ് അതിൻ്റെ കൂടെ വരുന്ന ആ വയർ തന്നെ യൂസ് ചെയ്തു. ട്യൂബ് ഞാൻ കംപ്രസറിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ഓണാക്കി നോക്കാം. ഇതാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ മാനുവൽ സ്വിച്ച് വെച്ചത്. കാരണം എനിക്കിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കംപ്രസർ കുറച്ച് നേരം വർക്ക് ചെയ്യിക്കാനോ അല്ലെങ്കിൽ കംപ്രസർ ഇത് ചൂടാവുന്നത് വരെ കംപ്രസർ ഓഫ് ചെയ്തിടാനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ കംപ്രസറിന് സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തത്. കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കൈ ഒന്ന് ജസ്റ്റ് അടുത്ത് വെച്ച് നോക്കിയുള്ളൂ. എൻ്റെ കൈ നന്നായിട്ട് ചൂടായി, പൊള്ളിയില്ലാന്നേ ഉള്ളൂ.
ഇനി ഞാൻ കുറച്ച് പഴയ സർക്യൂട്ട് ബോർഡൊക്കെ ഇരുന്നെടുത്ത് നമ്മൾ ഇതുപോലെ SMD കമ്പോണൻസ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കുകയാണ്. ഇത് തന്നെ യൂസ് ചെയ്ത് ഇതുപോലുള്ള SMD പാർട്സുകൾ, ഇതുപോലെ IC ചിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഇതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോട്ട് എയർ ബ്ലോവറേ പറ്റുള്ളൂ. സോൾഡറിങ് ആണ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോൾഡറിങ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, സോൾഡറിങ് യൂസ് ചെയ്താലും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നമുക്കിതുപോലെ ചെറിയ ചെറിയ SMD കമ്പോണൻസ്, ഇതിപ്പോൾ കപ്പാസിറ്റർ, ഒരു IC കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇതുപോലുള്ള നമ്മുടെ കണക്ടർ, നമ്മുടെ എന്താ പറയുക USB കണക്ടറൊക്കെ റിമൂവ് ചെയ്യാനും, മൊബൈൽ അങ്ങനെ ഷോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ്. നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യണമെന്ന് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കണക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഈ ഹോട്ട് എയർ ബ്ലോവർ നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചീപ്പായിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഫുൾ പ്രൊജക്റ്റ് ചെയ്യാൻ എനിക്ക് ചിലവായത് കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലും ചീപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. എങ്ങനെ പോയാലും നമ്മൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് മേടിക്കുമ്പോൾ മിനിമം 1000 രൂപയെങ്കിലും, 1000 രൂപയ്ക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളതൊക്കെ കിട്ടും. 1000 രൂപ തൊട്ട് 20,000 30,000 രൂപയുടെ വരെ സാധനങ്ങളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചീപ്പായിട്ട് നമുക്ക് വീട്ടിൽ സാധാ സോൾഡറിങ് അയൺ ഇങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.